പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നീ വാക്കുകളെ തന്ന് നീ പറയുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ അടിയനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കൾ ധാരാളമുള്ളവർ കർത്താവേ നിൻ്റെ വചനത്താൽ അവരാകൃഷ്ടരായി പരിശുദ്ധാത്മാവിൻ നിറവിൽ ഈ വാക്യങ്ങളൊക്കെ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞ് കർത്താവിനെ കൂടുതൽ ഭയഭക്തിയോടെ ആരാധിക്കാനും കർത്താവെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകാനും നിൻ്റെ വചനം ലോകമെങ്ങും പ്രചരിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫേസോസ് ലേഖനം 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എന്ന് ധ്യാനിക്കാം. എഫേസോസ് 4-ാം അധ്യായം 2 മുതൽ ഉള്ള വാക്യങ്ങൾ. 2-ാം വാക്യം: പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവീൻ. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില നല്ല ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് ആ വാക്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വിശിഷ്ടമായ ഗുണങ്ങൾ അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചിന്തിക്കാം. വിനയം, ശാന്തത, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത. അന്ന് സഭയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് പറയാൻ ഇടയായതുകൊണ്ട് വല്ലതും ആയിരിക്കാം ഈ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അവിടുത്തെ ചില പ്രത്യേക പരിസ്ഥിതികളൊക്കെ അറിഞ്ഞുകൊണ്ട് പൗലോസ് എഴുതിയതായിരിക്കാം. ഒന്ന്, വിനയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളിൽ നിന്നും വളരെ താഴ്മ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താഴ്മയുള്ളവർ ആയിരിക്കണം. മിക്ക പ്രവാചകൻ 6-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീ പ്രവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ലൂക്കോസ് സുവിശേഷത്തിൽ 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെ നമ്മളോട് ഒരു കാര്യം പറയുന്നു: നീ വിരുന്നിനെ ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. താഴ്മയ്ക്ക് ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ സാധിക്കും. സോളമൻ രാജാവ് ഗിബയോനിൽ വെച്ച് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: 1 രാജാക്കന്മാർ 3:7 എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ടും ഈ ദാസനെ എൻ്റെ പിതാവിൻ്റെ ദാവീദിൻ്റെ സ്ഥാനത്ത് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നു. ഒരു പരിചയമില്ലാത്തൊരു ബാലൻ, അപ്പൻ രാജാവാണ് ദാവീദ് രാജാവ്, ആ സ്ഥാനത്തേക്ക് ദൈവം ആക്കിയിരിക്കുന്നു. യേശുവിനോട് ഒരു ശതാധിപൻ പറഞ്ഞ വാചകം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യം. ആ ശതാധിപൻ ഇങ്ങനെ കർത്താവിനോട് പ്രവചിച്ച്
പ്രതിവചിച്ച് പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഒരു വാക്ക് ഉച്ചരിച്ചാൽ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. വേറെ സന്ദർഭത്തിൽ യേശു ഒരു കനാൻകാരി സ്ത്രീയോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ. അപ്പോൾ ആ കനാൻകാരി സ്ത്രീ പറഞ്ഞൊരു മറുപടി മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 27-ാം വാക്യം, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അവൾ വിഷമിച്ചങ്ങ് പോയി തിരിച്ചു പോവല്ല, അവൾ വീണ്ടും അവിടെ പ്രാർത്ഥന അപേക്ഷ ഉണർത്തുകയാണ്. ഞങ്ങൾ നായ്ക്കൾ, ശരി, നായ്ക്കൾക്കും മേശയുടെ താഴെയോട്ട് വീഴുന്ന അപ്പകഷണങ്ങൾ തിന്നാൻ അവകാശമുണ്ട്, അതുകൊണ്ട് തരണേ കർത്താവേ എന്നാണ് പ്രാർത്ഥിച്ചത്. പൗലോസിൻ്റെ ഏറ്റുപറച്ചിലിൽ നമുക്കും ഒരു താഴ്മയുടെ മനോഭാവം കാണാം. 1 തിമോത്തിയോസ് 1:16 പൗലോസ് എഴുതിയിരിക്കുകയാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അതുകൊണ്ട് ലോകത്തിലെ സകല ആൾക്കാരെക്കാട്ടിലെ ഏറ്റവും വലിയ പാപിയാണ് പൗലോസ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പൗലോസ് തൻ്റെ അനുതാപം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരത്തക്കവണ്ണമാണ് ദൈവം ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിനയം തന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. സക്കറിയ പ്രവാചകൻ 9-ാം അധ്യായം 9-ാം വാക്യം പറയുകയാണ്, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. കഴുതയുടെ പുറത്താ, കുതിരപ്പുറത്തല്ല. വിനയം കാണിക്കാനാണ്. യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ കുതിരപ്പുറത്താണ് വരുന്നത്. ഇവിടെ അതിനൊന്നുമല്ല, സമാധാന ദൂതനായിട്ടാണ് കർത്താവ് വരുന്നത്. യേശു കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന വാചകം ബൈബിളിൽ എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വേറെങ്ങോട്ട് തിരിഞ്ഞു നോക്കാനല്ല പറഞ്ഞത്, എന്നിൽ നിന്ന് പഠിക്കുക. പ്രവൃത്തിയിൽ നമുക്ക് കാണാം, യേശു കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. യോഹന്നാൻ 13:4-5 വാക്യങ്ങൾ. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അന്ത്യത്താഴ് ദിവസം യേശു കർത്താവ് ചെയ്ത കാൽകഴുകൽ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മളത് വായിക്കും. ഒരു നാടകം പോലൊക്കെ നമ്മളത് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ശുശ്രൂഷ മനോഭാവം നമ്മുടെ ഓരോ വ്യക്തികളിലും ഉണ്ടാകണം. അതാണ് യേശു കർത്താവ്, പ്രപഞ്ച സൃഷ്ടാവായ കർത്താവ്, നമ്മുടെ പിതാവ് നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് നമ്മുടെ കാലുകൾ കഴുകുന്ന ആ ശുശ്രൂഷ. അത് നമ്മൾ ചെയ്യേണ്ട, ഇതുപോലെ നിങ്ങൾ ചെയ്യുവീൻ, ഇതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. യേശു കർത്താവ്
ആകൃതിയിൽ ഒരു മനുഷ്യനെ പോലെ ഇരുന്നു. അതാണ് വേറൊരു പ്രത്യേകത താഴ്മയുടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ദൈവമായിരിക്കെ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. സകലത്തെയും അടക്കി ഭരിക്കുന്ന ദൈവം, സകലത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ദൈവം കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. യേശു കർത്താവ് ലോകസംബന്ധമായ നിഗളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയാണ്. കാഴ്ചപ്പാടിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു? യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു 53-ാം അധ്യായം 2-ാം വാക്യം, തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവന് ഉണ്ടായിരുന്നില്ല. വേറൊരു സംഗതി, ലോകജയത്തിൽ നിന്നും യേശു കർത്താവ് ഒഴിഞ്ഞു നിന്നു. യെശയ്യാ 53:3 പറയുന്നു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു, അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. യേശുവിനെ സംബന്ധിച്ച് സ്ഥാനവലിപ്പമോ പ്രശസ്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യം, അവൻ നസറായനെന്ന് വിളിക്കപ്പെടും എന്ന പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് പാർത്തു. ധനപരമായ കാഴ്ചപ്പാട് നോക്കിയാൽ ധനപരമായ താഴ്മയാണ് ഉണ്ടായിരുന്നത്. മത്തായി 8-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, യേശു പറയുകയാണ്, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ദൈവം മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നപ്പോൾ തലചായ്ക്കാൻ സ്ഥലമില്ല. ഗണനീയത്തിൽ താഴ്മ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54-55 വാക്യങ്ങൾ, അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? യേശു ക്രിസ്തു മുമ്പിൽ വന്ന് നിന്നിട്ട് പോലും അവർക്ക് അത് മനസ്സിലായില്ല. ജോസഫിൻ്റെ മകനല്ലയോ, മറിയത്തിൻ്റെ മകനല്ലയോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ ദീർഘക്ഷമ, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. സംഖ്യാപുസ്തകം 14:18, കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്, അവിടുന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുന്നവനുമാണ്. എസെക്കിയേൽ 20-ാം അധ്യായം 16-17 വാക്യങ്ങൾ, അവൻ 16-17 വാക്യങ്ങൾ, അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു, അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല, എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി, അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, എന്നിട്ടും ഞാൻ അവരെ കാരുണ്യപൂർവം വീക്ഷിച്ചു. ഞാൻ അവരെ നശിപ്പിക്കുകയോ മരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല. എന്തെല്ലാം തെറ്റുകളാണ്! സത്യദൈവത്തെ വിട്ടിട്ട് വിഗ്രഹങ്ങളുണ്ടാക്കി വിഗ്രഹങ്ങളടുത്തേക്ക് പോവുക. ദൈവം നട്ട് നശിപ്പിച്ചില്ലെന്നാണ് പറയുന്നത്. അന്ന് മാത്രമല്ല, ഇന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്.
ദീർഘക്ഷമയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. കൊളോസോസ് 1:11 പറയുന്നു, സന്തോഷത്തോടുകൂടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്ത വാക്യത്തിലോട്ട് കയറാം. 4-ാം അധ്യായം 3-ാം വാക്യം. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവീൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകർ ആയിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏക ആന്തരിക സ്രോതസ് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എല്ലാ സഭാംഗങ്ങളിലും സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് അവിരാമം പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നു. സഭയിൽ സഭാംഗങ്ങളിലെല്ലാം ഐക്യം ഉണ്ടാകണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരികത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എഫേസ്യ ലേഖനമെന്ന് പറയുന്നത് തന്നെ ക്രിസ്തീയ ഐക്യത്തിൻ്റെ ഒരു ലേഖനമായിട്ടാണ് കണക്കാക്കുന്നത്. ഐക്യത്തിൻ്റെ 7 മടങ്ങായ പ്രമാണ സൂത്രം ഈ അധ്യായത്തിൽ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. യഹൂദ സ്വാധീനത മൂലം ആദ്യകാല സഭയ്ക്ക് ദൈവത്തിൻ്റെ ഏകത്വത്തെപ്പറ്റി ആഴമായ വിലമതിപ്പ് ഉണ്ടായിരുന്നു. ഏകസത്യ ദൈവം എന്നുള്ള ആശയം യഹൂദന്മാർ വളരെ ശക്തമായിട്ട് പറയുകയും അവർ സ്വീകരിക്കുകയും ചെയ്ത വിശ്വാസത്യമാണ്. ആദിമസഭയിലെ ക്രിസ്ത്യ വിശ്വാസികൾക്ക് അതിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഏക സത്യദൈവം എന്നുള്ള ആശയത്തിൽ അതിൽ ആഴമായ വിലമതിപ്പ് അവർ കൊടുത്തിരുന്നു. യഹൂദനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ദിവസം 2 പ്രാവശ്യം ഈ പ്രാർത്ഥന അവർ നടത്തും. നിയമാവർത്തനം 6-ാം അധ്യായം 4-ാം വാക്യം അവർ പ്രാർത്ഥിക്കും, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ദിവസം 2 പ്രാവശ്യം യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് നിയമാവർത്തനം 6-ന്റെ 4-ാം വാക്യം. അന്തിമ കാലഘട്ടത്തിൽ ദൈവത്വത്തിൻ്റെ ഏകത്വത്തിന് മഹത്തായ ഒരു വെളിപാട് നൽകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സക്രിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 9-ാം വാക്യം. കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവിടുത്തേക്ക് ഒരു നാമം മാത്രവും. 4:3 ഐക്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകമാണ്. ഗലാത്യ 3:28-ാം വാക്യം. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു. 1 പത്രോസ് 3:8. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യത്തോടും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവീൻ. ആദിമസഭയിൽ നോക്കിയാൽ ഈ ഐക്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും കൂടെ അവൻ്റെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാം വാക്യം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ
സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിട്ട് കണക്കാക്കി അവർ പ്രവർത്തിച്ചു. സഭയിലെ ഐക്യമെന്ന് പറയുന്നത് ഒരു അടയാളമാണ്. യഥാർത്ഥ ഭക്തിയുടെയും പുരോഗതിയുടെയും അടയാളമായി അത് പ്രവചിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഐക്യം. ഐക്യത്തെക്കുറിച്ച് ബൈബിളിൽ പല വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഐക്യം കൊണ്ട് പണ്ടത്തെ ശത്രുത്വവും ഭിന്നതയും ഒക്കെ വിസ്മരിക്കപ്പെടും. യേശയ്യാ 11:13 എബ്രായീമിൻ്റെ അസൂയ നീങ്ങുകയും യൂദായെ പേടിപ്പിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായീം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായീമിനെ അലട്ടുകയോ ഇല്ല. ഐക്യം ഉണ്ടാകും. നേതാക്കന്മാർക്ക് സ്വൈരം ലഭിക്കും. യേശയ്യാ 52:8 പറയുന്നു, ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരം ഉയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. പശ്ചാത്താപം ഉണ്ടെങ്കിൽ വിശ്വാസികളെ ഏകീഭവിക്കുവാൻ സാധിക്കും. പശ്ചാത്താപം ഇല്ലാത്തത് കൊണ്ടാണ് പലയിടത്ത് വഴക്കും ബഹളവും ഉണ്ടാകുന്നത്. യെരമ്യാ 50:4 പറയുന്നു, ആ ദിവസം വരുമ്പോൾ ഇസ്രയേലും യൂദായും വിലപിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും. വിലപിച്ചുകൊണ്ടാണ്. പശ്ചാത്താപം വരുമ്പോൾ ഇതെല്ലാം അങ്ങ് ശരിയാകും. യേശുകർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒടുവിൽ ഒരു ആട്ടിൻകൂട്ടം ആകും. യോഹന്നാൻ്റെ സുവിശേഷം 10:16 ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനും ആകും. ഈ ഒന്നിപ്പിക്കുക എന്നുള്ള ജോലി അത് കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത് ജോലിയാണ്. എഫേസ്യസ് 2:14 പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ക്രിസ്തുവേശു ചെയ്യുന്ന ജോലിയാണ് അത്. സമാധാനത്തിൻ്റെ ബന്ധത്തിലാണ് ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തേണ്ടത്. ഒന്ന്, ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം ഉണ്ടാകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:14 പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആർക്കാണ് സമാധാനം? ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ആശംസിക്കുന്ന വാക്കാണ് ഈ സമാധാനം. യോഹന്നാൻ്റെ സുവിശേഷം 20:19 ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, വിശ്വാസികൾക്കുള്ള ദാനമാണ്, ദൈവം തരുന്ന ദാനമാണ്. സങ്കീർത്തനം 29:11 കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഇഷ്ടദാനമാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. യോഹന്നാൻ 14:27 യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈ സമാധാനം അന്വേഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. സങ്കീർത്തനം 34:14 പറയുന്നു, തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവീൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ. സമാധാനം സഭയിൽ വളർത്തേണ്ടതാണ്. 1 കൊരിന്ത്യർ 14:13 പൗലോസ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. 2 തിമോത്തിയോസ് 2:22
യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ ലക്ഷ്യം വയ്ക്കുക. ഇനി നമ്മൾ 4-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിലോട്ട് പ്രവേശിക്കാം. 4-ാം വാക്യം: ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്. പ്രത്യാശ, ഒരു ശരീരം, ഒരു ആത്മാവ്. 7 മടങ്ങായ പ്രമാണസൂത്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ 3 എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യാശ, ഒരു ശരീരം, ഒരു ആത്മാവ്. ഒരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഭാവിയിലെ ഐക്യപ്പെട്ട സമൂഹത്തിൻ്റെ അച്ചാരം ആണ് പരിശുദ്ധാത്മാവ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എഫേസ്യർ 1:14 എഴുതിയിട്ടുണ്ട്. ഒരു ശരീരം, ഒരു സഭ എന്ന് പറയുന്നത് പോലെ ബാഹ്യമായി ദൃശ്യമായിരിക്കുന്ന ഒരു സമൂഹം. ഒരു ആത്മാവ്, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആന്തരികമായ ആ സ്രോതസ്. പ്രത്യാശയെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാം. അബ്രാഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയത് ഈ പ്രത്യാശയാണ്. അതിലേക്ക് കയറുവാൻ സഹായിച്ചത് ഈ പ്രത്യാശയാണ്. റോമാലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു: നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. സാധ്യതയില്ല, സാധാരണഗതിയിൽ സാധ്യതയില്ല. പക്ഷേ അബ്രാഹാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഒരു വാക്ക് പറഞ്ഞതല്ലേ, പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ഇതാണ് വിശ്വാസത്തിൻ്റെ പിതാവെന്നുള്ള ആ പേരിന് അബ്രാഹത്തിനെ അർഹനാക്കുന്നത്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ജീവിതത്തിലെ രക്ഷണ്യ ഘടകമാണ്. റോമർ 8-ാം അധ്യായത്തിൽ 23-24 വാക്യവും പറയുന്നു: സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 12-ാം വാക്യം: വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. പ്രത്യാശ നിർമ്മല ജീവിതത്തിന് നമുക്ക് പ്രചോദനം നൽകുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യം: ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധൻ ആക്കുന്നു. ഇനിയും 5-ഉം 6-ഉം വാക്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. 5-ഉം 6-ഉം കൂടെ: ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഒരു കർത്താവ്. അതാരാണ് ഒരു കർത്താവ്? യേശുക്രിസ്തു. ജ്ഞാനസ്നാന സമയത്ത് നമ്മൾ ഈ വിശ്വാസം ഏറ്റുപറയും. യേശു കർത്താവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയും. റോമർ 10:9: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന സംഗതി ഇതാണ്. രക്ഷ പ്രാപിക്കുന്നതിന് യേശുവാണ് കർത്താവ്, യേശുവാണ് എൻ്റെ രക്ഷകൻ എന്ന് വിശ്വസിച്ച വായ് കൊണ്ട് ഏറ്റുപറയുക, നാം രക്ഷ പ്രാപിക്കും. ഒരു വിശ്വാസം എന്നിവിടെ പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്യങ്ങൾ മൊത്തം.
എല്ലാവർക്കും ഒന്ന് തന്നെ, പലരും പല രീതിയിലല്ല. അതാണ് വിശ്വാസസത്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1 തിമോത്തിയോസ് 3:9 അവർ നിർമ്മല മനസാക്ഷിയോടുകൂടെ വിശ്വാസത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നവർ ആയിരിക്കണം. 1 തിമോത്തിയോസ് 6:20-21 വാക്യങ്ങൾ. അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിട്ടുമാറുക. അവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്നും തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവിടെയെല്ലാം വിശ്വാസ സത്യങ്ങളെയാണ് മൊത്തമായിട്ടാണ് ഈ വിശ്വാസം എന്നുള്ള വാക്കുകൊണ്ട് പരിഗണിക്കുന്നത്. എന്നാൽ എഫേസോസ് ലേഖനത്തിൽ ക്രിസ്തുവിനോട് വ്യക്തിപരമായി പറ്റിച്ചേർന്ന് നിൽക്കുന്നതിനെ വിശ്വാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഫേസോസ് 1:15 വാക്യം, കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് പറ്റിപ്പിടിച്ച് നിൽക്കുക. അതാണ് വിശ്വാസത്തിൻ്റെ പ്രധാന ഭാഗം. അതിനെക്കുറിച്ച് എഫേസസ് ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് വിശ്വസിച്ച് അംഗീകരിക്കുക എന്ന ആ വിശ്വാസം. ഒരു ജ്ഞാനസ്നാനം. 1 കൊരിന്ത്യർ 1:10-18 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് ജ്ഞാനസ്നാനത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അവിടെ എടുത്ത് കുറഞ്ഞില്ലെന്ന് പറയാൻ കാരണം അവിടെ ഒരു ഭിന്നിപ്പുണ്ടായി. നേതാക്കന്മാരെ ആരാണ് ഞങ്ങളുടെ നേതാവ്? പൗലോസാണോ, ക്രിസ്തുവാണോ, അപ്പോളോസാണോ? ഇങ്ങനെ അവരുടെ ഞാൻ ഇന്നാരുടെ പക്ഷം എന്ന് പറഞ്ഞൊരു ഭിന്നിപ്പുണ്ടായി. അതിനെക്കുറിച്ചാണ് പൗലോസോട് സൂചിപ്പിക്കുന്നത്. പൗലോസ് പറയുന്നതിൻ്റെ കാര്യം, മനുഷ്യ നേതാക്കന്മാരെ മുറുകെ പിടിച്ച് അത് കാരണം സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കരുത്. അതാണ് പൗലോസോട് സൂചിപ്പിക്കുന്നത്. നമ്മൾ എന്തിനാണ് ജ്ഞാനസ്നാനം വെക്കുന്നത്? ക്രിസ്തുവിനോട് ഐക്യപ്പെടാനാണ്. വെള്ളത്തിലേക്ക് മുങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പാപസംബന്ധമായിട്ട് നമ്മൾ സംസ്കരിക്കപ്പെടുന്നു, നമ്മൾ അതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, അതെല്ലാം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി അതിലില്ല, ഞാൻ അതെല്ലാം കളയുന്നു. ഉയർത്തെഴുന്നേൽക്കുന്നു, അതിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതിൻ്റെ അർത്ഥം ഞാനൊരു പുതിയ ജീവിതം നയിക്കാൻ വേണ്ടി ഇനി ഇങ്ങോട്ടും കയറുകയാണ്. അപ്പോൾ പാപം കഴുകി ആത്മാവിൻ നിറവിൽ എഴുന്നേറ്റിങ്ങ് വരികയാണ്. ഇനിയും ഒരു പുതിയ ജീവിതം. അതാണ് സ്നാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പഴയതിനെല്ലാം നമ്മൾ ത്യജിച്ച് കളഞ്ഞിരിക്കുന്നു. ഗലാത്യ 1:27 പറയുന്നു, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ഐക്യപ്പെടാനാണ്. ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർക്കുന്നു. അതുപോലെ പാപസംബന്ധമായി നമ്മൾ മരിക്കുന്നു, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു, ഇനിയൊരു നവജീവിതം നയിക്കുന്നു. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു സത്യം, ദൈവം ഒരുവൻ മാത്രം. നിയമാവർത്തനം 6:4-5 ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒരേ ഒരു കർത്താവ്, അവനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതുകൊണ്ട് ദൈവം ഒരുവൻ മാത്രം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശക്തമായി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നൊക്കെയാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കൊരു വിശ്വാസമാണുള്ളത്, ഐക്യം ഉണ്ടായിരിക്കണം.
ഒരു ദൈവം. നമ്മൾ ദൈവത്തെ നോക്കി അവനെ ആരാധിച്ച് അവന് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മളെ വിശ്വാസത്യങ്ങൾ ഇങ്ങനെ പരത്തണ്ട, കൂടുതൽ ആൾക്കാരെ ഉണ്ടാക്കി. കാരണം നമുക്ക് നോക്കാൻ ഒരാളേ ഉള്ളൂ, ദൈവം. അവൻ മനുഷ്യനായി വന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ രക്ഷ സമ്പാദിച്ചു തന്നു. ഇനി നമുക്ക് വേറെ ആരെയും കൂട്ടി ചേർക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്, ഇസ്രായേലെ കേൾക്കുക, നമുക്കൊരു ദൈവം. ഇനി ആ ദൈവത്തെ നമ്മൾ എന്തു ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒരു ദൈവമേ ഉള്ളല്ല, ആ ദൈവത്തെ സ്നേഹിക്കണം. ഒരാളെ സ്നേഹിക്കുന്നതിലല്ലേ കൂടുതൽ സൗകര്യം. ദൈവത്തെയും മാമോനെയും കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കത്തില്ലെന്ന് യേശുർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ നമ്മൾ ബന്ധപ്പെടുന്നത്? ഒരു ദൈവത്തെ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ മതി. അത് എങ്ങനെയായിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പാതി ഹൃദയത്തോടെ അല്ല. ദൈവത്തെ നമ്മൾ ആരാധിക്കണം പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്. ആത്മാവ്, നമ്മുടെ ആത്മാവിനെ കുറിച്ചുകൂടാ പറയുന്നത്. നമ്മുടെ ആത്മാവ് പൂർണ്ണമായിട്ടും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മളങ്ങ് ആരാധിക്കുവാണെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് ശക്തി ലഭിക്കും. അപ്പം പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ചെയ്യണം. പൂർണ്ണ ശക്തിയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ഈ ടോപ്പ് മാർക്ക് വാങ്ങിച്ച് റാങ്ക് ലഭിക്കാൻ വേണ്ടി കുട്ടികളെ എത്രമാത്രം ശക്തമായിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് 1ാം റാങ്ക് കിട്ടണം, പഠിക്കട്ടെ, നല്ലത് തന്നെ. ആരാധനയുടെ കാര്യത്തിൽ നമ്മളെന്തിനാണ് കുറവ് വരുത്തുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ പൂർണ്ണ ശക്തിയോടുകൂടി ആരാധിക്കണം. അതിലൊന്നും വിട്ടുവീഴ്ച വരുത്തേണ്ട കാര്യമില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലർക്ക് ഈ ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല, മറ്റ് പല കാര്യങ്ങളിലോട്ടങ്ങ് തിരിഞ്ഞു പോകണം. മോശ സീനായി പർവ്വതത്തിലേക്ക് ദൈവവുമായിട്ട് സംസാരിക്കാൻ പോയി. 40 ദിനരാത്രങ്ങൾ ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ജനങ്ങൾക്ക് പിറുപിറുപ്പ്. അഹറോനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദേവനെ ഉണ്ടാക്കി തരണം. അല്ല, ഉണ്ടാക്കി തരാവുന്ന ഒരു സാധനമാണോ ഈ ദേവനെന്ന് പറയുന്നത്? അല്ല, ഉണ്ടാക്കിത്താ. അത് ഏത് വസ്തു കൊണ്ട്? അത് 1ാം തരം സ്വർണം കൊണ്ട്. അപ്പോൾ സ്വർണ്ണമൊന്നും അന്നാരും മോഷ്ടിച്ചുകൊണ്ട് പോയില്ലെന്ന് വിചാരിക്കാം. അത് എല്ലാവരും ഉള്ളതല്ലേ ഊരിയൊക്കെ കൊടുത്ത്, ഒത്തിരി സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈജിപ്തിൽ നിന്നൊക്കെ ആൾക്കാരോട് വാങ്ങിച്ച് അവരൊക്കെ കൊടുത്ത്, ഇവരെങ്ങനെയും ഇറങ്ങി പോട്ടെന്ന് വിചാരിച്ച് കൊടുത്ത സ്വർണ്ണമൊക്കെ ഉണ്ട്. അത് മൂശയിലൊക്കെ ഇട്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാളക്കുട്ടി ദേവനാണോ? ജീവനുണ്ടോ? പക്ഷേ എല്ലാവരും അതിൻ്റെ ചുറ്റും കൂടി. അവർ നൃത്തം ചെയ്തു, പാട്ടുപാടി, തിന്നുന്നു കുടിക്കുന്നു. അതാണ് ആരാധനയെന്ന് അവർ വിചാരിച്ചത്. അത് ഏതിൻ്റെ മുമ്പിൽ? വിഗ്രഹത്തിൻ്റെ മുമ്പിൽ. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നെത്തിച്ച ദേവനാണിവൻ. ഇവിടെ ജീവനില്ലാത്ത ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ഇവനാണ് ദേവൻ, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ചെങ്കടൽ കടത്തി ഇപ്പുറത്താക്കി. യഹോവയായ ദൈവത്തെ അവർ മറന്നുപോയി. ഇതന്ന് സംഭവിച്ചു, അന്ന് മാത്രമല്ല ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സത്യദൈവത്തെ വിട്ടിട്ട് വേറെ ഓരോന്നിനെ ആരാധിച്ച് എനിക്ക് ഈ അനുഗ്രഹം കിട്ടി, മറ്റേ അനുഗ്രഹം അവിടെ നിന്ന് കിട്ടി, ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ അനുഗ്രഹം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആരാധനകളാണ്. ആരെയാ? വേറെ ഏതാണ്ടിനെയൊക്കെ. സ്വർണമായിരിക്കും, അല്ലെങ്കിൽ സ്വർണം പൂശിയതായിരിക്കും, എന്തോ. ഇങ്ങനെ ആരാധിച്ചാൽ ദൈവം പ്രീതിപ്പെടത്തില്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആയിരിക്കണം. അത് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പലയിടത്തോട് ഓടിപ്പോകുന്നത്? അവിടെയൊക്കെ ദൈവിക ശക്തിയാണോ? ഒരാളല്ലേ ഉള്ളൂ നമ്മളുടെ രക്ഷകൻ. അദൃശ്യനായ ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. മനുഷ്യനെ പോലെ ജീവിച്ചു. നമ്മുടെ ഭാവഭാരമെല്ലാം അവൻ ഏറ്റെടുത്ത് അതിൻ്റെ പരിഹാരമായിട്ട് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുന്നു. നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിനെ നോക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല, അവരുടെ മുഖം വാടിപ്പോകത്തില്ല, അവരെ രക്ഷ പ്രാപിക്കുന്നു. വലതുഭാഗത്ത് നമ്മൾ വിചാരിക്കുന്നു കിടന്ന കള്ളന് യേശുവിൻ്റെ
ക്രൂശിൻ്റെ വലത്തുഭാഗത്ത് കിടന്ന കള്ളൻ വിളിച്ച് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. 2-3 മിനിറ്റിനകത്ത് മരിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ നോക്കി അവൻ വിളിച്ചു പറയുകയാണ്. കാരണം അവനിൽ വിശ്വാസമുണ്ടായിരുന്നു, ഇവൻ രാജാതിരാജനായി വരും. ആ വിശ്വാസമാണ് അവനെ രക്ഷിക്കുന്നത്. കർത്താവേ, നീ എന്നെ ഓർക്കണമേ. പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടി വലിയ ഉത്തരവാണ് കിട്ടിയത്. നീ ഇന്ന് തന്നെ എൻ്റെ കൂടെ പർദീസയിൽ ആയിരിക്കും. എന്തൊരു ഭാഗ്യമാണ്! അവൻ അതുവരെ ചെയ്ത പാപങ്ങളുടെ കണക്ക് മായ്ച്ചു കളഞ്ഞു. രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ കഴുകി വൃത്തിയാക്കി. ഇതാ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് സംഭവിക്കും. വിശ്വാസത്തോടെ കർത്താവിനെ നോക്കി, എൻ്റെ കർത്താവേ, നീ രക്ഷകൻ, എൻ്റെ പാപങ്ങളെ നീ കഴുകിക്കളഞ്ഞ് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവ് നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മളെ ശുദ്ധീകരിക്കും. അവൻ്റെ രക്തമാണ് പാപക്കറകളെ കഴുകാനുള്ള ആ രക്തം. അത് നമ്മളിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടും, വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മളെ അവൻ ആ പർദീസയിലേക്ക് ചേർത്തുകൊള്ളും, സംശയിക്കേണ്ട. മോശ വഴിയാണല്ലോ 10 കൽപ്പനകൾ യഹോവ എഴുതി നൽകിയത്. ആദ്യത്തെ ഭാഗങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, ഞാൻ അല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു ആകരുത്, ഭൂമിയിലുണ്ടെന്നും പറഞ്ഞു ആകരുത്, ഭൂമിക്കടിയിലുള്ളതാണെന്നും പറഞ്ഞു ഒന്നും ഉണ്ടാക്കരുത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചിലർ പറയും ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ആരാധിക്കാതിരുന്നാൽ മതിയെന്ന്. പിന്നെന്തിനാണ് ഉണ്ടാക്കിയത്? പക്ഷേ ഇവിടെ വാചകം നമ്മൾ ശ്രദ്ധിച്ചോണം. ഉണ്ടാക്കരുതെന്ന കൽപ്പനയുടെ ഒരു ഭാഗമാണ് ഉണ്ടാക്കരുത്, ആരാധിക്കരുതെന്ന് മാത്രമല്ല പറഞ്ഞത്. ആദ്യത്തെ ഭാഗം ഉണ്ടാക്കരുത്, നീ നിർമ്മിക്കരുത്, അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കരുത്, അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. ഈ ദൈവത്തെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ ആരാധിച്ചാൽ ഞാൻ സഹിക്കത്തില്ല. അസഹിഷ്ണുവായ ദൈവമാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. എടുത്തു പറഞ്ഞിരിക്കുക കർത്താവ് ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ്. അതുകൊണ്ട് വേറെ ഒന്നിനെ ആരാധിക്കാനും അതിനടുത്തേക്ക് അഭയത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുകയും നമുക്ക് ഉത്തരമരളുകയും ചെയ്യുന്ന യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. പാപപരിഹാര ബലി അവൻ മാത്രമാണ് എന്നേക്കുമായി ഏക പ്രാവശ്യം അർപ്പിച്ച് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കണം. കർത്തൃപ്രാർത്ഥന യേശു പഠിപ്പിച്ചല്ലോ. കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യേശു വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യം പറയുന്നുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂടാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യം അതിൽ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. എങ്കിൽ നമുക്ക് മാതൃകയായിട്ട് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിൽ ദൈവം അത് ഉൾപ്പെടുത്തണമായിരുന്നല്ലോ, യേശു ഉൾപ്പെടുത്തണമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തിട്ടില്ല. ഹെബ്രായ ലേഖനം 4:16 പറയുന്നു, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. പൗലോസ്
ഹെബ്രായ ലേഖനത്തിൻ്റെ ലേഖന കർത്താവാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. എവിടാണ് യേശു കർത്താവ് ഇപ്പോൾ ഇരിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അവൻ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു, അല്ലെ? കൃപാസനത്തിലിരിക്കുന്നു. അവനിപ്പോൾ കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. നമുക്കവനെ സമീപിക്കാം. എന്തിനു വേണ്ടി? വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി. നമുക്ക് കരുണ ലഭിക്കണം, കൃപാവരം ലഭിക്കണം. എവിടാണ് സമീപിക്കേണ്ടത്? ദാ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു, അവിടെ സമീപിച്ചാൽ മതി. വേറെ എങ്ങോട്ടും തിരിയണ്ട. അവിടെ നമുക്ക് കരുണ ലഭിക്കും, കൃപാവരം ലഭിക്കും. പ്രത്യാശയോടെ ആ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. 16-ാമത്തെ വാക്യമാണ് 4-ാമത്തെ അധ്യായത്തിൽ. അവൻ കൃപാസനത്തിന് സിംഹാസനം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട്. അവൻ കൃപ തരാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ചോദിച്ചാൽ മതി, തരും. കുറേ നാൾ കഴിയുമ്പോഴേ അവന് ന്യായവിധിയുടെ വെള്ള സിംഹാസനത്തിലിരിക്കുമ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ട് വലത്തുഭാഗത്തുള്ളവരോട് അനുഗ്രഹീതരെ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവീൻ. ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, പിശാചിനും അവൻ്റെ സന്തതിക്കുമായി സജ്ജീകരിച്ചിരിക്കുന്ന നരകാഗ്നിയിലേക്ക് നിങ്ങൾ പൊക്കൊള്ളുവീൻ. അപ്പോൾ അത് ന്യായവിധിയുടെ സിംഹാസനമാണ്. അത് സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ഓർത്തോണം, അവൻ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലായിരിക്കുന്നത്. കൃപ വേണോ? ഇപ്പോൾ വേണോ? അവിടെ ചെല്ലേണ്ടത്. കൃപ തരാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ചെന്നാൽ മതി. ആ സിംഹാസനത്തിന് അടുത്തേക്ക് ചെല്ലുന്നവർക്കെല്ലാം അത് കിട്ടും. മഹിമയുടെ സിംഹാസനത്തിൽ ന്യായവിധിക്കായിട്ട് വെള്ള സിംഹാസനത്തിലിരിക്കുമ്പോൾ അവിടെ ന്യായവിധിയാണ് നടക്കുന്നത്. അവിടെ പിന്നെ ക്ഷമിക്കാനും കഴുകാനും ഒന്നും നേരമില്ല. നരകത്തിൽ പോകേണ്ടി വരും, നരകത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടവർ അങ്ങോട്ടും മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മളെ ഓർത്തോണം, കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച് ധ്യാനിച്ചത് 4-ാം അധ്യായം, എഫെസ്യസ് 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ധ്യാനിച്ചു. വിനയം, ദീർഘക്ഷമ തുടങ്ങി 7 പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിച്ചത്. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരണം. യേശുവിൻ്റെ താഴ്മയെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ചിന്തിച്ചു. അങ്ങനെ നമ്മൾ താഴ്മയുള്ളവരാകണം. നമുക്ക് സമീപിക്കാൻ ഒരു കൃപാസനത്തിൽ അവൻ ഇരിക്കുകയാണ്. നമുക്കവനെ സമീപിക്കാം. അടുത്ത എപ്പിസോഡ് 137-ാമത്തെ എപ്പിസോഡിൽ 4-ാം അധ്യായം 7-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആരോഗ്യവും ശക്തിയും ബലവും ഒക്കെയും നമുക്ക് തരട്ടെ. അവൻ്റെ കൃപ നമ്മളിൽ മേൽ ചൊരിയട്ടെ. അവൻ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.